Hi students, good morning. Welcome to A Dream Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 3ലെ യൂണിറ്റ് 2 ആണ്. ബ്ലോക്ക് 3ലെ യൂണിറ്റ് 1 സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡുവിൻ്റെ ബയോഗ്രഫിയും കുറച്ച് പോയംസും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിസീം ഇസേക്കലിനെ പറ്റിയാണ് കേട്ടോ. നിസീം ഇസേക്കൽ he is the father of modern Indian English poetry. എന്താണ് നിസീം ഇസേക്കൽ is a father of modern Indian English poetry. modern Indian English poetryയുടെ ഫാദർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? നിസീം ഇസേക്കലിനെ. ഫോക്കസ് ഓൺ ലൈഫ് ഇൻ ബോംബെ. എന്താണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? റൈറ്റിംഗിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ലൈഫ് ഇൻ ബോംബെ, ബോംബെയിലെ ജീവിതങ്ങളാണ് ഫോക്കസ് ചെയ്തിരുന്നത് അല്ലേ. ഡിഫിക്കൽട്ടീസ്, ഹ്യൂമൻ സെക്ഷുവാലിറ്റി, ടിപ്പിക്കലി മോഡേൺ പ്രോബ്ലംസ് ഓഫ് അലീനിയേഷൻ ആൻഡ് ഐഡൻറ്റിറ്റി. എന്താണ് ബോംബെയിലെ ജീവിതങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതിൽ എന്തൊക്കെയാണ് പെടുന്നത്? ഡിഫിക്കൽട്ട്, പ്രയാസങ്ങൾ, ഹ്യൂമൻ സെക്ഷുവാലിറ്റി, ടിപ്പിക്കലി മോഡേൺ പ്രോബ്ലംസ്, പുതിയ മോഡേൺ തരത്തിലുള്ള പ്രോബ്ലംസ്, എന്താ അലീനിയേഷൻ, ഒറ്റപ്പെടൽ, ഐഡൻറ്റിറ്റി, വ്യക്തിത്വം, ഇതൊക്കെയാണ് എന്തുടെ നിസീം ഇസേക്കൽ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങളല്ലേ. മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ മോഡേൺ പോയട്രി. എന്താണ് മോഡേൺ പോയട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് എന്ത്? മെയിൽ ഫീമെയിൽ റിലേഷൻ, സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? മോഡേൺ പോയട്രിയിൽ അല്ലേ. ഡിസ്പ്ലേ വെറൈറ്റി ഓഫ് സ്റ്റൈൽസ് ആൻഡ് തീംസ്. എന്താണ് നിസീം ഇസേക്കൽ പലതരത്തിലുള്ള സ്റ്റൈലുകളും തീമുകളുമാണ് ഉപയോഗിച്ചിരുന്നത് റൈറ്റിങ്ങിൽ അല്ലേ. നമുക്കിനി നിസീം ഇസേക്കലിനെ പറ്റി നോക്കാം കേട്ടോ. ഹി വാസ് ബോൺ ഇൻ 1924, died in 2004. Nizim Isekal is the one of the most personal and intimate of all Indian poets. എന്താണ് ഇന്ത്യൻ പോയറ്റ്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ് ഓഫ് ഓൾ ഇന്ത്യൻ പോയറ്റ്സ്. എല്ലാ ഇന്ത്യൻ പോയറ്റ്സുകളിലും എന്താണ് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് എന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? നസീം ഇസേക്കൽ. ഹി വാസ് ബോൺ ഇൻ 1924 മുംബൈയിൽ 1924 ഡിസംബറിലാണ് നിസീം ഇസേക്കൽ ജനിച്ചിട്ടുള്ളത്. ഫാദർ ആരാണ്? പ്രൊഫസർ ഓഫ് ബോട്ടണി അറ്റ് വിൽസൺ കോളേജിലെ ബോട്ടണി പ്രൊഫസറാണ് നിസീം ഇസേക്കലിൻ്റെ അച്ഛൻ. മദർ പ്രിൻസിപ്പൽ ഓഫ് ഹെർ ഓൺ സ്കൂൾ. മദറിന് സ്വന്തമായിട്ട് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ പ്രിൻസിപ്പലാണ് ആര്? മദർ അല്ലേ. ഹി ബിലോങ് ടു മുംബൈസ് മറാത്തി സ്പീക്കിംഗ് ജൂയിഷ് കമ്മ്യൂണിറ്റി. എന്താണ് അദ്ദേഹം അതായത് നിസീം ഇസേക്കൽ ഏത് ഇതിൽപ്പെട്ട ആളാണ്? മുംബൈയിലെ മറാത്തി സംസാരിക്കുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് ആര്? നിസീം ഇസേക്കൽ അല്ലേ. 1947 ഹി ഗോട്ട് BA ഇൻ ലിറ്ററേച്ചർ. എന്താണ് 1947 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ BA കിട്ടി അല്ലേ. BA അതായത് ഡിഗ്രി എടുത്തു, ലിറ്ററേച്ചറിൽ ഡിഗ്രി എടുത്തു. 1947 അല്ലെങ്കിൽ 48 1947-48 വർഷങ്ങളിൽ എന്താണ് ടോട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് പബ്ലിഷ്ഡ് ലിറ്റററി ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ എന്താണ് പബ്ലിഷ്ഡ് ലിറ്റററി ആർട്ടിക്കിൾസ് 1947-48 ഇയറിൽ കുറച്ച് ലിറ്റററി ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പിന്നെ 1948 നവംബർ വെൻറ്റ് ടു ഇംഗ്ലണ്ട്. എന്താണ് നവംബർ 1948 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. സ്റ്റഡീഡ് ഫിലോസഫി. അവിടെ വെച്ച് എന്താണ് ഫിലോസഫി ഒക്കെ പഠിച്ചു. 1952 മാരീഡ് ഡെയ്സി ജേക്കബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം 1952 വിവാഹം കഴിച്ചു. സെയിം ഇയറിൽ എന്താണ് ഫോർച്യൂൺ പ്രസ്സിൽ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയട്രി ദ ബാഡ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയട്രി ഫോർച്യൂൺ പ്രസ്സിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തു. 1952 മാരേജ് ചെയ്തിട്ടുള്ള മാരേജ് കഴിഞ്ഞിട്ടുള്ള സെയിം ഇയറിൽ ഫോർച്യൂൺ പ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കളക്ഷൻ ഓഫ് പോയട്രി ആയിട്ടുള്ള ദ ബാഡ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയട്രിയുടെ കളക്ഷന് പബ്ലിഷ് ചെയ്തു അല്ലേ. 1953 ജോയിൻഡ് ദ ഇല്യൂസ്ട്രേറ്റ് വീക്ക്ലി ഓഫ് ഇന്ത്യ ആസ് ആൻ അസിസ്റ്റന്റ് എഡിറ്റർ ഫോർ 2 years. ഒരു 2 വർഷം ഒരു അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ട് ഇല്യൂസ്ട്രേറ്റ് വീക്ക്ലി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ അദ്ദേഹം എന്താണ് ജോയിൻ ചെയ്തു 1953 അല്ലേ.
പബ്ലിഷ്ഡ് ഹിസ് സെക്കൻഡ് ബുക്ക് 10 poem. ആദ്യം പബ്ലിഷ് ചെയ്ത ബുക്ക് എന്താണ്? ഫസ്റ്റ് എന്താ കളക്ഷൻ ഓഫ് പോയട്രി ദ ബാഡ് ഡേ. സെക്കൻഡ് ബുക്ക് ഏതാണ്? 10 poems, 10 poems എന്നുള്ള, അതായത് 10 poems എന്നുള്ള ഒരു രണ്ടാമത്തെ ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. നെക്സ്റ്റ് 10 years വർക്ക്ഡ് ആസ് എ ബ്രോഡ്കാസ്റ്റർ ഓൺ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫോർ ഓൾ ഇന്ത്യ റേഡിയോ. ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ ബ്രോഡ്കാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തു. അടുത്ത 10 വർഷം അല്ലേ, അടുത്ത 10 വർഷം അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ ബ്രോഡ്കാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തു. 1961 കോ ഫൗണ്ടഡ് ലിറ്റററി മന്ത്ലി ജംബോ എന്ന് പേരിട്ടുള്ള ഒരു മന്ത്ലി ബുക്ക്, അതായത് ലിറ്റററി മന്ത്ലി കോ ഫൗണ്ട് ചെയ്തു ആര്? 1961 നസീം ഇസേക്കിൽ. 1964 ഹി വിസിറ്റ് 1964 67 അദ്ദേഹം 1964 എന്താണ് വിസിറ്റ് പ്രൊഫസർ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിലെ പ്രൊഫസറെ വിസിറ്റ് ചെയ്തു. 1967 യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരി വിസിറ്റ് ചെയ്തു ആരെ? നസീം ഇസേക്കിൽ. 1976 he translated Nehru's poetry from English to Marathi. എന്താണ്? 1976 അതായത് 1976 നെഹ്റുവിൻ്റെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ പോയട്രി ഇംഗ്ലീഷിൽ നിന്ന് മറാത്തിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ആര്? നസീം ഇസേക്കിൽ. ഹിസ് പോയട്രി ഡെമോൺസ്ട്രേറ്റ് ഹിസ് പേഴ്സണൽ ഇമേജസ്, symbols, his feelings towards his friends and fellow human beings, the cultured ethos and the heritage of India. എന്താണ് അദ്ദേഹത്തിൻ്റെ പോയട്രികൾ, അദ്ദേഹത്തിൻ്റെ നസീം ഇസേക്കിൻ്റെ പോയട്രികൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? പേഴ്സണൽ ഇമേജ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ഇമേജുകൾ, പിന്നെ സിംബൽസ്, അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ടുവേർഡ്സ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഫെല്ലോ ഹ്യൂമൻ ബീങ്സ്, ഒപ്പമുള്ള ആൾക്കാരുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫീലിങ്സ് അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നു. പിന്നെ ദ കൾച്ചറൽ എത്തോസ് ആൻഡ് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കൾച്ചറൽ എത്തോസിനെയും ഹെറിറ്റേജിനെയൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പോയട്രികളിലൂടെ അല്ലേ. ഇത്രയാണ് നമ്മളുടെ നസീം ഇസേക്കിലിനെ പറ്റി പറയുന്നത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ്. അദ്ദേഹത്തിൻ്റെ 2 പോയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോണും പിന്നെ എൻ്റർപ്രൈസും അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ ആണ്. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ പബ്ലിഷ് ചെയ്തത് 1965 നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ വന്നിട്ടുള്ളത് ഏതെന്നാണ്? ദ എക്സാക്ട് നെയിം പറഞ്ഞിട്ടുള്ള പോയത്തിൽ നിന്നാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ വന്നിട്ടുള്ളത് കേട്ടോ. ഇറ്റ് ഡെലിക്കേറ്റ് ഫാമിലി സിറ്റുവേഷൻ. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞാൽ തേള് ഒരു ദിവസം, തേളിൻ്റെ ഒരു രാത്രി എന്നാണ് ആ ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഇറ്റ് ഡെലിക്കേറ്റ് ഫാമിലി സിറ്റുവേഷൻ. ഇത് ഡെലിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഫാമിലി സിറ്റുവേഷൻ. ഈ ഒരു പോയം പറഞ്ഞത് ഒരു കുടുംബത്തിലുള്ള ഒരു ചെറിയൊരു സിറ്റുവേഷനാണ് ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. പോയറ്റ്സ് മദർ സ്റ്റങ് ബൈ എ സ്കോർപ്പിയോൺ. മെയിനായിട്ട് നടക്കുന്ന സംഭവം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്നാണ് പേര്. അപ്പോൾ മെയിനായിട്ടുള്ള ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞത് പോയറ്റിൻ്റെ ഒരു ദിവസം രാത്രി പോയറ്റ് കുട്ടിയായിരിക്കുമ്പോൾ പോയറ്റിൻ്റെ അമ്മയെ എന്താണ് ഒരു സ്കോർപ്പിയോൺ, അതായത് ഒരു തേള് കടിക്കുകയുണ്ടായി. പോയറ്റ്സ് മെമ്മറി ഓഫ് ദ ഇവൻറ്റ്. ഈ പോയം എന്ന് പറഞ്ഞത് എന്താണ്? ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്നത്തെ ദിവസത്തെ ആ ഒരു ഇവൻറ്റിൻ്റെ മെമ്മറിയാണ് എന്ത് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന പേരിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പോയറ്റ്സ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദാറ്റ് നൈറ്റ്. എന്താണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രാത്രിയിലെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളാണ് ഈ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ അദ്ദേഹം തുറന്ന് കാണിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ കളക്ഷൻ ഫ്രം ദ എക്സാക്ട് നെയിം. ദ എക്സാക്ട് നെയിം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോയംസ് ഓഫ് കളക്ഷൻ്റെ ഒരു അതിൽ നിന്ന് വരുന്ന ഒരു പാർട്ടാണ് എന്ത് ദ നൈറ്റ്, ഒരു സോങ് അല്ല പോയമാണ് എന്ത് ദ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞത്. ഇറ്റ് ഡെപ്പിക്ട് ദ ട്രഡീഷണൽ ഇന്ത്യൻ ബിലീഫ്. ഈ ഒരു പോയം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറയുന്ന പോയം എന്താണ് ഡെപ്പിക്ട് ചെയ്യുന്നത്? നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ ബിലീഫുകളെയാണ് ഇത് ഡെപ്പിക്ട് ചെയ്യുന്നത് അല്ലേ. നമുക്ക് പോയത്തിൻ്റെ ചെറിയൊരു സമ്മറി നോക്കാം. ഡീറ്റെയിൽഡ് സമ്മറി അല്ല, ചെറിയൊരു സമ്മറി നമുക്ക് നോക്കാം കേട്ടോ. ദ സ്കോർപ്പിയോൺ entered the house to seek shelter from 10 hours of rain. It stung poet's mother and then it left the house. Villagers come to help her. They couldn't find it. They believe that each of its movement increased the mother's pain. Villagers pray for her. They said it would reduce the troubles in her next life. Mother was in pain. She twisting on the mat.
Poet's father didn't believe in superstitions. He tried to remedies and pour paraffin in the affected area. After 20 hours, the pain and dangers will subsided, and she expresses her relief that scorpion stung her mother, not her children. എന്താണ് ഈ ഒരു ഇത്രയാണ് ആ ഒരു പോയത്തിൻ്റെ സമ്മറി എന്ന് പറഞ്ഞത് കേട്ടോ. പോയം എന്ന് പറഞ്ഞത് ഫ്രീ വേഴ്സിലാണ്, സ്റ്റാൻസ വൈസ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പോയത്തിൽ എന്താണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ പേരിൽ തന്നെ ഉണ്ടല്ലേ. ഒരു സ്കോർപ്പിയോ ഒരു ദിവസം നല്ല 10 മണിക്കൂറുകൾ തുടർച്ചയായിട്ടുള്ള ഒരു മഴയുടെ സമയത്ത് എന്താണ് ഒരു സ്കോർപ്പിയോ ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് വന്ന് കയറുക, അതായത് നസീം ഇസേക്കിയലിൻ്റെ വീട്ടിലേക്ക് വന്ന് കയറണം. അങ്ങനെ വന്ന് കയറിയപ്പോൾ എന്താണ് ഉണ്ടായത്, കറണ്ടും ഒന്നുമില്ല, തുടർച്ചയായിട്ട് ഉള്ള 10 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള മഴയല്ല. അപ്പോൾ എന്താണ് ആ ഒരു ഇരുട്ടിൽ വന്ന് കയറി അറിയാതെ അമ്മയെ കുത്തുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്താണ് ഇറ്റ് സ്റ്റങ് പോയറ്റ്സ് മദർ ആൻഡ് ദെൻ ലെഫ്റ്റ്. ആ ഒരു ബഹളം എന്നൊക്കെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ അത് പോവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അടുത്തുള്ള അയൽക്കാർ വില്ലേജേഴ്സൊക്കെ എന്താണ് അവളെ ഹെൽപ്പ് ചെയ്യാൻ വരികയാണ് അല്ലേ, അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ദേ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്, അവർക്ക് അതിനെ കണ്ടെത്താൻ കഴിയില്ല. അവരുടെ ഒരു വിശ്വാസം, ഇതിൽ മെയിനായിട്ടുള്ള ഒരു തീം എന്ന് പറഞ്ഞത് സൂപ്പർസ്റ്റിഷ്യസ്, അതായത് അന്ധവിശ്വാസമാണ് കേട്ടോ. അതിലെന്താണ് അവർ വില്ലേജേഴ്സ് വിശ്വസിച്ചിരുന്നത് എന്താണ്, ദേ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്, അവർക്ക് അതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനെ കണ്ടുപിടിച്ച് അതിനെ വേഗം എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ ഈ അമ്മയുടെ പെയിൻ കുറയുള്ളൂ എന്നാണ് അവർ വിചാരിച്ചത്. അതിൻ്റെ ഓരോ മൂവ്മെൻറ്റാണ്. ദേ ബിലീവ് ദാറ്റ് ഈച്ച് ഓഫ് ഇറ്റ്സ് മൂവ്മെൻറ്റ് ഇൻക്രീസ് ദ മദേഴ്സ് പെയിൻ. എന്താണ് അവർ ബിലീവ് ചെയ്തത്, എന്താണ് ആ തേളിൻ്റെ ഓരോ മൂവ്മെൻറ്റും അമ്മയുടെ വേദന കൂട്ടും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അല്ലേ. വില്ലേജേഴ്സ് പ്രേ, അതുകൊണ്ട് തന്നെ എന്താ വില്ലേജേഴ്സ് ദൈവങ്ങളെ പ്രാർത്ഥിച്ച് അവളുടെ വേദന കുറയ്ക്കാനും അതിനെ കണ്ടുപിടിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ നടത്താൻ തുടങ്ങി. അതൊക്കെ എന്താണ് ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സിൻ്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അല്ലേ. ദേ സെഡ് ഇറ്റ് വുഡ് റെഡ്യൂസ് ഹെർ ട്രബിൾ ഇൻ ഹെർ നെക്സ്റ്റ് ലൈഫ്. അവർ പറയുകയാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന വേദന അവളുടെ നെക്സ്റ്റ് ലൈഫിൽ, അതായത് അടുത്ത ജന്മത്തിൽ എന്താണ് അവളുടെ ട്രബിൾസൊക്കെ കുറയ്ക്കും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അല്ലേ. മദർ വാസ് ഇൻ പെയിൻ, ഷീ ട്വിസ്റ്റിംഗ് ഓൺ ദ മാപ്പ്. വേദന കൊണ്ട് ആ മാറ്റിൽ കടന്ന് ഇങ്ങനെ പൊളയാണ് അവൻ്റെ അമ്മ, അതായത് നസീം ഇസേക്കിയലിൻ്റെ അമ്മ. പോയറ്റ്സ് ഫാദർ ഡിഡിൻ ബിലീവ് ഇൻ സൂപ്പർസ്റ്റിഷ്യസ്. പോയറ്റിൻ്റെ അച്ഛൻ എന്താണ്, നസീം ഇസേക്കിയലിൻ്റെ അച്ഛൻ എന്താണ് ഇങ്ങനത്തെ ഈ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും വിശ്വസിച്ചിരുന്ന പ്രേയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ല. അദ്ദേഹം എന്താണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. എന്താണ് ഹി ട്രൈഡ് സം റെമഡീസ് പോർ പാരഫിൻ ഇൻ ദ അഫക്റ്റഡ് ഏരിയ. ആ ഒരു തേള് കുത്തിയ ഭാഗത്ത് പാരഫിനും മാച്ചസൊക്കെ ഉപയോഗിച്ച് ഒക്കെ അവിടെ അവർക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. ആഫ്റ്റർ 20 hours ദ പെയിൻ ആൻഡ് ഡേഞ്ചർ വിൽ സബ്സൈഡ്. എന്താണ് ഒരു 20 മണിക്കൂറിന് ശേഷം ആ ഒരു വേദനയും ആ ഒരു ഡേഞ്ചർ അപകടകരമായിട്ടുള്ള ആ ഒരു നിലയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരുകയാണ്. ആ പെയിനൊക്കെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഷീ എക്സ്പ്രസസ് ഹെർ റിലീഫ് ദാറ്റ് ദ സ്കോർപ്പിയോൺ സ്റ്റങ് ഹെർ നോട്ട് ഹെർ. എന്താ ലാസ്റ്റ് എന്താണ് അമ്മ പറയുന്നത് പോയത്തിലുണ്ട്, മൈ മദർ ഓൺലി സെഡ് താങ്ക് ഗോഡ് ദ സ്കോർപ്പിയോൺ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. എന്താണ് അമ്മ പറയുകയാണ്, നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കൾച്ചറിലുള്ള പോയംസ് ആണല്ലോ, ഇന്ത്യൻ പോയംസ് ആണ്. അപ്പോൾ അതിൽ തന്നെ പറഞ്ഞു ഇന്ത്യൻ ട്രഡീഷനെയാണ് ഇത് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് എന്നല്ലേ, ട്രഡീഷണൽ ഇന്ത്യൻ ബിലീഫ്. അപ്പോൾ അമ്മ പറയുകയാണ്, എന്താണ് അമ്മ പറയണത്, ആ വേദനയൊക്കെ മാറിയപ്പോൾ ഭാഗ്യം എന്നെ കുത്തിയത് എൻ്റെ കുട്ടികളെ കുത്താതെ എന്നെ കുത്തിയത് വളരെ നന്നായി എന്നാണ് അമ്മ പറയണത് അല്ലേ. ഇത്രയാണ് ഒരു സമ്മറി എന്നുള്ള രീതിയിൽ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോണിൽ പറയുന്നത്. ഇനി നമ്മൾക്ക് നോക്കാൻ പോകുന്നത് ഇതിലുള്ള ഐറണി, പിന്നെ ഇന്ത്യൻ കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, സ്റ്റൈൽ ആൻഡ് ടെക്നീക്ക്. ഇത്രയും കാര്യങ്ങളും കൂടി നോക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന പോയത്തിലെ ഐറണിയാണ് കേട്ടോ. ദ പോയറ്റ് ഇവോക്ക് ദ റിച്വൽ മില്യൂ. എന്താണ് റൂറൽ മില്യൂ? എന്താണ് പോയറ്റ് നമ്മളിൽ ഇവോക്ക് ചെയ്യുന്നത്, എന്താണ് ഒരു റൂറൽ ആയിട്ടുള്ള മില്യൂസിനെയാണ് നമ്മൾക്ക് എന്താണ് പോയറ്റ് കാണിച്ചത്. മില്യൂ എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിലെ പരിതസ്ഥിതികളാണ് കേട്ടോ. പോയറ്റ് ഇവോക്ക് ദ റൂറൽ മില്യൂ. പോയറ്റ് റെപ്രസെൻറ്റ്
ഹിംസെൽഫ് ആസ് ഐ. എന്താണ് പോയറ്റ് ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ടാണ് പോയത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ഫുള്ളി റിയലൈസ്ഡ് ആസ് എ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവർ. ഈ ഐ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഫുള്ളി റിയലൈസ്, നമുക്ക് ഫുള്ളായിട്ട് റിയലൈസ് ചെയ്യാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ആസ് എ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവർ. ആ ഒരു ഇൻസിഡൻറ്റിൽ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പങ്കെടുത്തുള്ള ഒരു ഒബ്സർവർ ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് അല്ലേ. ഇതിൽ 2 കൈൻഡ് ഓഫ് ഐറണി ഉണ്ട്. ക്ലോസ്ലി അലൈൻഡ് ടു സറ്റയർ, അതായത് വിരോധാഭാസത്തിലേക്ക് ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ്? ദ പോയറ്റ് സ്റ്റാൻഡ് അറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്റ്റ് ലുക്ക്ഡ് അറ്റ്. എന്താണ്? കുറേ ദൂരെ നിന്ന് പോയറ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്നതാണ് ക്ലോസ്ലി അലൈൻഡ് ടു സറ്റയറിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ്? ക്ലോസ്ലി സെക്കൻഡ് ആയിട്ടുള്ള ഐറണി എന്താണ്? ക്ലോസ്ലി അലൈൻഡ് ടു കമ്പാഷനിലേക്കുള്ള ആ ഒരു ക്ലോസ്നെസ്. അതിലെന്താണ്? പോയറ്റ് എക്സാമിൻസ് ദ എക്സ്പീരിയൻസ് ആസ് ഈ ഫ്രം വിത്തിൻ. എന്താണ്? ആദ്യത്തെ എന്താണ്? ക്ലോസ്ലി അലൈൻ ടു സറ്റയർ എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന പരിഹാസ രൂപത്തിലെ വിരോധാഭാസം എന്നുള്ള രീതിയിലാണ് സറ്റയർ എന്ന് പറഞ്ഞത് കളിയാക്കുന്ന തരത്തിലുള്ള ഒരു പരിഹാസ രൂപത്തിലുള്ള കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ അതിലേക്ക് ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? പോയറ്റ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻറ്റിൽ പോയിട്ട് നിന്നുകൊണ്ട് എന്താണ്? ആ ഒരു ഒബ്ജക്റ്റിനെ നോക്കി കാണുന്നതാണ് ആദ്യത്തെ ഐറണിയിലായിട്ട് പെടുന്നത്. പിന്നെ എന്താ? രണ്ടാമത്തെ എന്താണ്? കമ്പാഷനാണ്. കമ്പാഷനിൽ എന്താണ്? പോയറ്റ് എക്സാമിൻസ് ദ എക്സ്പീരിയൻസ് ആസ് ഈഫ് ഫ്രം വിത്തിൻ. ആ ഒരു പോയറ്റ് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ, ആ ഇൻസിഡൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ എക്സാമിൻ ചെയ്യാണല്ലേ. ടച്ച് ഓഫ് കമ്പാഷൻ. ഇവിടെ എന്താണ് ടച്ച് ഓഫ് കമ്പാഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഫൈനൽ ലൈൻസുകളാണ് അല്ലേ. എന്താണ് ഫൈനൽ ലൈൻസുകൾ? ഇറ്റ് പ്രൊവൈഡ് ഫിറ്റിംഗ് ഫൈനൽ ടു ദ നരേറ്റീവ്. എന്താണ്? ആ ഒരു അമ്മയുടെ ആ ഒരു നരേഷൻ ആണല്ലേ. മൈ മദർ ഓൺലി സെഡ്. അമ്മ പറഞ്ഞത് എന്താണ്? താങ്ക് ഗോഡ് ദ സ്കോർപ്പിയോൺ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർ മൈ ചിൽഡ്രൻ. എന്താണ്? താങ്ക് ഗോഡ്, ദൈവത്തോട് നന്ദി പറയാണ്. അപ്പോൾ എന്താണ്? അമ്മേനെ പിക്ക് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കളെ വെറുതെ വിട്ടതിനാൽ അമ്മ എന്താണ്? ദൈവത്തിനോട് നന്ദി പറയുന്നത്. അതാണ് ഒരു ടച്ച് ഓഫ് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു കമ്പാഷൻ്റെ ആ ഒരു ടച്ച്, സ്പർശനത്തിനെയാണ്, അതിനെയാണ് ആ ലാസ്റ്റ് ലൈൻസിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. ദ ഷിഫ്റ്റ് ഫ്രം സ്പീക്കർ ടു മദർ ഈസ് സിഗ്നിഫിക്കൻറ്റ്. എന്താണ് ഈ പോയത്തിൽ? എന്താണ് പോയം? ഐ റിമെമ്പർ ദ നൈറ്റ് മൈ മദർ. അതായത് ഞാൻ പറഞ്ഞു ഐ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? ഇതുവരെ എന്താണ്? അദ്ദേഹം അതിൽ കണ്ടിട്ടുള്ള ഒരു ഒബ്സർവർ അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പൻ്റ് എന്നുള്ള രീതിയിലായിരുന്നു ആ പോയം നടന്നു പോയിരുന്നത്. ഒരു ലാസ്റ്റിലെ ഒരു 3 ലൈൻ വരെ അല്ലേ. എന്താണ്? ലാസ്റ്റിലെ 3 ലൈനിൽ എന്താണ്? അമ്മയാണ് സംസാരിക്കുന്നത് അല്ലേ. മൈ മദർ ഓൺലി സെഡ്. അമ്മ പറഞ്ഞത് എന്താണ്? താങ്ക് ഗോഡ് ദ സ്കോർപ്പിയോൺ പിക്ഡ് ഓൺ മീ. അതെന്താണ്? അമ്മയുടെ വാക്കുകളാണ് ആ 3 വരികൾ. ബാക്കിയുള്ള വരികളൊക്കെ എന്താണ്? പോയറ്റ് പറയുന്നത് പോലെയാണ് ഇത്. അതുകൊണ്ടാണ് ദ ഷിഫ്റ്റ് ഫ്രം സ്പീക്കർ ടു ദ മദർ ഈസ് സിഗ്നിഫിക്കൻറ്റ്. അതായത് സ്പീക്കറിൽ നിന്ന് അമ്മയിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയണത്. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് അറിയോ? ഇന്ത്യൻ കളർ. അതായത് ഇത് ഇന്ത്യയിലെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ആ ഒരു കാര്യങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഡെപ്പിക്റ്റിംഗ് ദ ഇന്ത്യൻ മില്യു. എന്താണ്? ഇന്ത്യയിലുള്ള ആ ഒരു പരിസ്ഥിതികളെയൊക്കെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പോയം എന്ന് പറഞ്ഞത് അല്ലേ. അതായത് ഇന്ത്യയിലെ കുറേ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീഫുകൾ. അതായത് ഇങ്ങനെ സ്കോർപ്പിയോൺ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റിൽ എന്താണ്? ഓരോരോ മൂവ്മെൻറ്റിൽ നമ്മുടെ പോയിസൺ നമ്മളെ ബ്ലഡിലേക്ക് കയറി നമ്മൾക്ക് വേദന കൂട്ടും. പിന്നെന്താ? പ്രേയേഴ്സ് കൊണ്ട് മാത്രമേ ഇത് കുറയ്ക്കാൻ കഴിയുള്ളൂ. പിന്നെന്താ? അടുത്ത ജന്മത്തിലെ കാര്യമൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ് ഇപ്പോൾ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? ഇന്ത്യൻ മില്യു ആണ് കേട്ടോ. ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ വേ ഓഫ് ലവ്. എന്താണ് ഇത്? ഈ ഒരു പോയം എന്ന് പറഞ്ഞത് നസീം ഇസൈക്കൽ എന്താണ്? ഒരു ഇന്ത്യൻ ട്രഡീഷണൽ രീതിയിൽ ഇന്ത്യൻ ഒരു ലൈഫിൻ്റെ ആ ഒരു ഇന്ത്യൻ വേയുടെ ഒരു ക്രിറ്റിസിസം ആയിട്ടും കൂടിയാണ് കണക്കാക്കപ്പെടുന്നത് അല്ലേ. ക്രിറ്റിസിസം ഓഫ് ദ ഇന്ത്യൻ വേ ഓഫ് ലൈഫ്. അതായത് ഇന്ത്യക്കാരുടെ ആ ഒരു ജീവിതം, അവരുടെ ആ ഒരു ജീവിച്ചു പോകുന്ന വഴികൾ, അവരുടെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീഫുകൾ, ഇതിനെയൊക്കെയുള്ള ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് ദ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ പറയുന്നത്. ദ പോയം ഇവോൾവ്സ് വൺ എൻറ്റയർ കമ്മ്യൂണിറ്റി ഇൻ ദ കേസ് ഓഫ് സ്കോർപ്പിയോൺ ബൈറ്റിംഗ്. എന്താണ് ഈ പോയത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു രാത്രി പോയറ്റിൻ്റെ അമ്മേനെ ഈ സ്കോർപ്പിയോൺ കുത്തുകയാണ്. അപ്പോൾ എന്താണ്? അത് അറിഞ്ഞിട്ട് ആ നാട്ടിലുള്ള ആ ഒരു വില്ലേജിലുള്ള ആൾക്കാർ മുഴുവനും അവരുടെ വീട്ടിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത് ദിസ് പോയം ഇവോൾവ്സ് വൺ എൻറ്റയർ കമ്മ്യൂണിറ്റി. അതായത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആൾക്കാരെയും ഈ ഒരു
ഇൻ ദ കേസ് ഓഫ് സ്കോർപ്പിയോൺ ബൈറ്റിംഗ്, ഈ ഒരു സ്കോർപ്പിയോൺ ബൈറ്റ് തേള് കടിച്ചു അല്ലെങ്കിൽ തേള് കുത്തി എന്നുള്ള ആ ഒരു കാരണത്തിൽ, ആ ഒരു കേസിൽ എൻ്റയർ കമ്മ്യൂണിറ്റിയിൽ പോയറ്റ് ഈ ഒരു പോയത്തിൽ അവരെയൊക്കെ എന്താണ് ഇൻവോൾവ് ചെയ്യാണ് അല്ലേ. അതായത് വില്ലേജേഴ്സൊക്കെ വരുന്നുണ്ട്, പിന്നെ ഹോളി മെൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് വൺ എൻറ്റയർ കമ്മ്യൂണിറ്റി ഇൻ ദ കേസ് ഓഫ് സ്കോർപ്പിയോ ഇൻവോൾവ് ഇൻ ദിസ് പോയം അല്ലേ. ദ മദർ ഈസ് സെൻസ്ലെസ്, അമ്മ എന്താണ് സെൻസ്ലെസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ മദറിൻ്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ സെൻസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദ മെത്തേഡ് ഓഫ് സൂപ്പർസ്റ്റീഷ്യസ് പ്രാക്ടീസ് ആർ ദ മെയിൻ എയിം ഓഫ് ദ പോയറ്റ്. എന്താണ് ഈ അന്ന് ഇത് ഒരു റിയൽ ആയിട്ട് നടന്നിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മേനെ ഇങ്ങനെ കുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം പോയായിട്ട് എഴുതാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്, ദ മെത്തേഡ് ഓഫ് സൂപ്പർസ്റ്റീഷ്യസ് പ്രാക്ടീസ് ആർ ദ മെയിൻ എയിം ഓഫ് ദ പോയറ്റ്. ആ പോയറ്റിൻ്റെ ഈ ഒരു പോയത്തിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞത് എന്താണ്, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള പ്രാക്ടീസിനെ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എന്താ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞത് അല്ലേ. എ ടിപ്പിക്കൽ ഇന്ത്യൻ മദർ ഷീ വിഷസ് ഓൾ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഓഫ് ഫ്രം ഹെർ ചിൽഡ്രൻ. എന്താണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു ഇന്ത്യൻ സ്ത്രീ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അമ്മ എന്നുള്ള രീതിയിൽ എന്താണ് വിഷ് ചെയ്യുന്നത്, ഷീ വിഷസ് ഓൾ കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ഓഫ് ഫ്രം ഹെർ ചിൽഡ്രൻ. എന്താണ് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവളുടെ മക്കളിൽ നിന്ന് എടുത്തു തന്നതിന് എന്താണ് അമ്മ നന്ദി പറയാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ്. അവരുടെ മക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം അവരുടെ മക്കൾക്ക് ഏൽക്കാതെ എനിക്ക് തരണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പറയുന്നത് അല്ലേ. ടിപ്പിക്കൽ ഇന്ത്യൻ മദർ ഒരു ടിപ്പിക്കൽ ഒരു ഇന്ത്യൻ മദർ എന്ന നിലയിൽ അവൾ നസീം ഇസേക്കലിൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്, ഓൾ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഓഫ് ഫ്രം ഹെർ ചിൽഡ്രൻ അല്ലേ. ഹെർ ഈവിൾ, ഇവിടെ ഒരു ഈവിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ടല്ലേ. എന്താണ്, ദ പോയിസൺ ഫ്ലാഷ് ഓഫ് ഡയാബോളിക് ടെയിൽ ഇൻ ദ ഡാർക്ക് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിലൊരു ഈവിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ടെയിൽ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഡയാബോളിക്. അതിലാണ് ഡെവിളിഷ് ആയിട്ട് പറയുന്നത് ആ ഒരു തേളിൻ്റെ ആ ഒരു ടെയിലിലെ വാലിനെയാണ് ഇവിടെ ഈവിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫിയർ ആൻഡ് ഡേഞ്ചർ ഒക്കെയാണ് ഇത്, പേടി അതേപോലെ അപകടകരമായിട്ടുള്ള കാര്യത്തിനൊക്കെയാണ് ഇത് വലിയ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റിച്വലിസ്റ്റിക് ഇൻകാൻറ്റേഷൻ പെർഫോംഡ് ബൈ ദ ഹോളിമെൻ. എന്താണ് ഹോളിമെൻ ഒക്കെ ഒരു ഇന്ത്യൻ ടച്ചിലുള്ളതാണ്. നമ്മളെ ഈ മതപരമായിട്ടുള്ള ആൾക്കാർ, അതിലുള്ള പുരോഹിതന്മാരൊക്കെ എന്താണ് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഇൻകാൻറ്റേഷൻ, റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് ഒരു ഇന്ത്യൻ കളറിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഹോളിമെൻ്റെ കുറേ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓരോ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുന്നുള്ള അങ്ങനത്തെ ഓരോ ചിന്തകളൊക്കെ എന്താണ് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമാണ് അല്ലേ. ഇന്ത്യയിലെ കാര്യങ്ങൾ ഡിപ്പിക്റ്റ് ചെയ്യുന്നതാണ് ഇത്രയൊക്കെ അല്ലേ. ഇനി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സ്റ്റൈൽ ആൻഡ് ടെക്നിക്ക് അല്ലേ. സ്റ്റൈൽ ആൻഡ് ടെക്നിക്ക്. The engrossing narration and the description of the poem are made effectively through free verse. ഈ പോയം എങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫ്രീ വേഴ്സിലാണ് അല്ലേ. സരോജിനി നായിഡുവിൻ്റെ പോയംസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ഒരു സ്റ്റാൻസ വൈസായിട്ടാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു പോയം നസീം ഇസേക്കലിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള പോയം ഫ്രീ വേഴ്സിൽ, അതായത് ഒരു സ്റ്റാൻസ് ആയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൽ ഓരോരോ ലൈനുകൾ അങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതിന് വല്ല പ്രത്യേകിച്ച് ഒരു റൈമിങ് സ്കീമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അല്ലേ. ഐ റിമെമ്പർ ദ നൈറ്റ് മൈ മദർ വാസ് സ്റ്റങ് ബൈ എ സ്കോർപ്പിയോ 10 hours. കണ്ടോ, അതിലൊരു റൈമിങ് സ്കീം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതുള്ളതാണ് ഫ്രീ വേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. Narration and description of the poem made effective through free verse. ഫ്രീ വേഴ്സിലൂടെ എന്താണ് ആ ഒരു നരേഷനും ഡിസ്ക്രിപ്ഷനും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. ദിസ് പോയം ഈസ് മോർ റിലാക്സ്ഡ് ആൻഡ് ഓപ്പൺ വർക്ക്ഡ് ദാൻ ഹിസ് ഫോർമൽ പോയട്രി. അദ്ദേഹത്തിൻ്റെ ഫോർമൽ പോയട്രികൾ വെച്ച് നോക്കുമ്പോൾ എന്താണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള പോയട്രികൾ നോക്കുമ്പോൾ ഈ ഒരു അതായത് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോ എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു ഫാമിലിയൽ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു പോയമാണല്ലോ. അപ്പോൾ എന്താണ് അത്
ഒന്നും കൂടെ എന്താണ് റിലാക്സ്ഡും ആണ്, പിന്നെ എന്താണ് ഓപ്പൺ വർക്ക്ഡും ആണ് അല്ലേ. ദ പോയം ഈസ് മോർ റിലാക്സ്ഡ് ആൻഡ് ഓപ്പൺ വർക്ക്ഡ് ദാൻ ഹിസ് ഫോർമൽ പോയട്രി. ഡ്രമാറ്റിക് കാഷ്വൽനെസ് ഓഫ് ദ ക്രൈസിസ്. ആ ഒരു ക്രൈസിസിനെ അദ്ദേഹം എന്താണ് ഒരു ഡ്രമാറ്റിക് ആയിട്ട്, ഒരു കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ ഡ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ് അല്ലേ. പോയറ്റ് ഈസ് പാർഷ്യലി ഏബിൾ ടു എസ്കേപ്പ് ഓൾഡ് ഹാബിറ്റ്സ്. എന്താണ് അദ്ദേഹം എന്താണ് പോയറ്റ് ഇസേക്കിൽ എങ്ങനെയാണ് പാർഷ്യലി ഏബിൾ ടു എസ്കേപ്പ് ഓൾഡ് പണ്ടത്തെ ആ ഒരു ഹാബിറ്റ്സ്, ആ ഒരു ശീലങ്ങളിൽ നിന്ന് പാർഷ്യലിയാണ് അദ്ദേഹത്തിന് എസ്കേപ്പ് ചെയ്യാൻ കഴിയുന്നുള്ളൂ അല്ലേ. ഫ്രീ വേർഡ്സ്, റെഗുലർ ഇയാംബിക് ലൈൻസ്. അപ്പം ഈ പോയം എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ഫ്രീ വേർഡ്സിലാണ്, അതായത് സ്റ്റാൻസ വൈസ് അല്ലെങ്കിൽ ഒരു റൈമിങ് സ്കീമോ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഫ്രീ വേർഡ്സ് എന്ന് പറയുന്നത്. ഫ്രീ വേർഡ്സ്, പിന്നെ എന്താണ് റെഗുലർ ഇയാംബിക് ലൈൻസ്, റെഗുലർ ആയിട്ടുള്ള ഒരു ഇയാംബിക് ലൈൻസിലാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോണ് നസീം ഇസേക്കിൽ എഴുതിയിട്ടുള്ളത്. അത് മൊത്തം ഇതിൽ 48 ലൈൻസ് ഉണ്ട്. 15 ആർ റെഗുലർ ടെട്രാമീറ്റർ. എന്താണ് സ്റ്റൈലാട്ടോ പറഞ്ഞു പോയത്തിൻ്റെ വരികളിൽ 48 ലൈൻസ് ഉണ്ട്. അതിൽ 15 എണ്ണം എന്താണ് റെഗുലർ ടെട്രാമീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ വരുന്ന 7 ലൈൻ എന്താണ് പെൻഡാമീറ്ററിൽ, ബാക്കിയുള്ളത് എന്താണ് ഇയാംബിക് മീറ്ററിൽ. ഇങ്ങനെയാണ് ഈ ഒരു 40 ലൈൻസ് അദ്ദേഹം കൺസിസ്റ്റ് ചെയ്യുന്നത്. ഫാസിനേറ്റിംഗ് ടെൻഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ക്രൈസിസ് ആൻഡ് മോക്കിംഗ് സോഷ്യൽ ഒബ്സർവേഷൻ. എന്താണ് ഇതിലെന്താണ് ഒരു പേഴ്സണൽ ക്രൈസിസിനെ പാഷനേറ്റ് ടെൻഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ക്രൈസിസ് ആൻഡ് മോക്കിംഗ് സോഷ്യൽ ഒബ്സർവേഷൻ. അതായത് ഈ ഒരു പോയം, അതായത് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോ എന്ന് പറഞ്ഞിട്ടുള്ള പോയം എന്താണ് അദ്ദേഹം ഫാസിനേറ്റ് ചെയ്യുന്നത്? ടെൻഷൻ ബിറ്റ്വീൻ, അതായത് ഒരു പേഴ്സണൽ ക്രൈസിസ്, അതായത് ആ ഒരു തേള് ആ അമ്മേനെ കടിച്ചു എന്നുള്ളത് ഒരു പേഴ്സണൽ ക്രൈസിസ്. പിന്നെ എന്താണ് മോക്കിംഗ് സോഷ്യൽ ഒബ്സർവേഷൻ, ആ ഒരു കടിച്ചതിനെ നമ്മളെ സമൂഹം എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ചെയ്യുന്നുള്ളതിനെ പറ്റിയുള്ള മോക്കിംഗ്, അതായത് കളിയാക്കുന്ന രീതിയിലുള്ള അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ടെൻഷന്, ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ടെൻഷനാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഫാസിനേറ്റിംഗ് ടെൻഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ക്രൈസിസ് ആൻഡ് മോക്കിംഗ് സോഷ്യൽ ഒബ്സർവേഷൻ. പിന്നെന്താണ് ഈ പോയം എന്ന് പറഞ്ഞത് ഒരു ഹാപ്പി കൺക്ലൂഷൻ ആണ് അല്ലേ. അത്രയും വേദനകളൊക്കെ സഹിച്ച് 20 മണിക്കൂറിന് ശേഷം അമ്മയുടെ ആ ഒരു പെയിനും അമ്മ ഡേഞ്ചറിലായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ പോവുകയാണ്. അപ്പോൾ എന്താണ് ഇറ്റ് ഈസ് എ ഹാപ്പി കൺക്ലൂഷൻ. ടിപ്പിക്കൽ ഇന്ത്യൻ മദർ എക്സ്പ്രസ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ദ ഫാക്ട് ദാറ്റ് ഹർ ചിൽഡ്രൻ വർ സ്പെയർഡ് അല്ലേ. അപ്പോൾ എന്താണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു അമ്മ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അവസാനത്തെ, അതായത് ഹാപ്പി കൺക്ലൂഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ഇൻ ദ ഫാക്ട് ദാറ്റ് ഹർ ചിൽഡ്രൻ വർ സ്പെയർഡ്, എന്താണ് അവരുടെ മക്കളെ വെറുതെ വിട്ടത് ഇതിലുള്ള നന്ദി പറയുകയാണ് എൻ്റെ ലാസ്റ്റ് വരികൾ. അപ്പോൾ എന്താണ് ഹാപ്പി ആയിട്ടുള്ള ആ ഒരു വേദനയും ഡേഞ്ചറും ഒക്കെ പോയി അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഹാപ്പി കൺക്ലൂഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോണിലെ നസീം ഇസേക്കിലിനെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങൾ യൂണിറ്റ് 2-ലുള്ളത്. ഇനി നോക്കാൻ പോകുന്നത് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം കൂടിയാണ് ഈ ഒരു യൂണിറ്റിലുള്ളത് കേട്ടോ. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും ആണ് നോക്കുന്നതുള്ളൂ. നെക്സ്റ്റ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നസീം ഇസേക്കിലിൻ്റെ എൻ്റർപ്രൈസ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1960, 1960 എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം നസീം ഇസേക്കിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫ്രം ദ വോളിയം ദ അൺഫിനിഷ്ഡ് മാൻ. എന്താണ് ഈ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയം എന്തെന്നാണ് വന്നിട്ടുള്ളത്? ഒരു ദ അൺഫിനിഷ്ഡ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വോളിയത്തിൽ നിന്നാണ് എൻ്റർപ്രൈസ് എന്നുള്ള പോയം എടുത്തിട്ടുള്ളത് അല്ലേ. എന്താണ് ഈ പോയം എങ്ങനെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? 5 സ്റ്റാൻസസ് ആണുള്ളത് പോയത്തിൽ അല്ലേ. ഇറ്റ് ഈസ് എ സീരിയസ് പോയം ഫോളോസ് ഓഫ് ഫ്രസ്ട്രേഷൻ ഓഫ് ബാർബറിക് സിറ്റി. എന്താണ് ഇതെന്താന്നാ പറയണത്? ഇറ്റ് ഈസ് എ സീരിയസ് പോയം ഓഫ് നസീം ഇസേക്കിൽ. നസീം ഇസേക്കിലിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള പോയമാണ് എന്ത് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചത് നസീം ഇസേക്കിലിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. അതെന്താണ് അതൊരു ഫോർമൽ പോയത്തിൽ നിന്നും ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിലെന്താണ് അതിൽ നമ്മൾ കാഷ്വലായിട്ട് നടക്കുന്ന കാര്യം, അതായത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചെറിയൊരു സംഭവമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പോയമാണ് അല്ലേ. എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു പോയമാണ്. ഇറ്റ് ഈസ് എന്താണ് ഫാൾ ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ ഓഫ് ബാർബറിക് സിറ്റി. ഒരു ബാർബറിക് സിറ്റി, അതായത് പ്രാകൃത തരത്തിലുള്ള ഒരു സിറ്റിയുടെ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഫോൾ ഔട്ട്സ് ആണ് എന്ത് ഈ പോയം അല്ലേ. എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അലിഗറി ഓഫ് ദ പിൽഗ്രിമേജ്. എന്താണ് പിൽഗ്രിമേജിനുള്ള ഒരു ഉപമയായിട്ടാണ് ഈ ഒരു പോയത്തെ കണക്കാക്കുന്നത്. ജേർണി ഫ്രം ദ സിറ്റി ടു
ഹിൻഡർലാൻഡ്, സിറ്റിയിൽ നിന്നും അവരെന്താണ് ഒരു ബാർബറിക് സിറ്റിയിൽ നിന്ന് അവരെന്താണ് ഹിൻഡർലാൻഡിലേക്കുള്ള ഒരു ജേണിയാണ് എന്ത് എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം. ചേഞ്ച് ഫ്രം ഫ്രസ്ട്രേഷൻ ടു ഫുൾഫിൽമെന്റ്, എന്താണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ചേഞ്ച് ഫ്രം ഫ്രസ്ട്രേഷൻ ടു ഫുൾഫിൽമെന്റ്, ഫ്രസ്ട്രേഷനിൽ നിന്ന് ഫുൾഫിൽമെന്റിലേക്കുള്ള ആ ഒരു ചേഞ്ച് നമുക്ക് ഈ പോയത്തിൽ കാണാൻ കഴിയും അല്ലേ. അറ്റ് ദ എൻഡ് ദ ജേർണി ഈസ് കംപ്ലീറ്റ് ഡിസ്ഇല്യൂഷൻമെന്റ്, എന്താണ് അവസാനം അയക്കുമ്പോൾ ഈ പോയത്തിൽ എന്താ സംഭവിക്കുന്നത്? ദ ജേർണി എന്ന് പറയുന്നത് ഈസ് കംപ്ലീറ്റ് ഡിസ്ഇല്യൂഷൻമെന്റ്, കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസ്ഇല്യൂഷൻമെന്റ് ആയിട്ടാണ് അവസാന ഭാഗത്തേക്ക് ഈ ഒരു പോയം അല്ലെങ്കിൽ ഈ ഒരു ജേർണീനെ കണക്കാക്കപ്പെടുന്നത് അല്ലേ. ഈ പോയം എന്ന് പറയുന്നത് എന്താണ്? 5 സ്റ്റാൻസാസ് ഉള്ള ഒരു പോയമാണ് നസീം ഇസേക്കലിന്റെ എന്റർപ്രൈസ്. എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം എന്നൊക്കെയുള്ള രീതിയിലാണ് എന്റർപ്രൈസിനെ വേർഡ് മീനിങ്. സ്റ്റാൻസ 1 എന്താണ്? ഫുൾ ഓഫ് അംബീഷൻ, ഈഗർ ടു സ്റ്റാർട്ട് എ ബിഗ് പ്രൊജക്ട്. സംരംഭം എന്ന് പറഞ്ഞില്ല, അതായത് സംരംഭം തുടങ്ങാനുള്ള അല്ലെങ്കിൽ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കില്ലേ, അതാണ് ആ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻസ 1 പറയുന്നത് എന്താണ്? ഫുൾ ഓഫ് അംബീഷൻസ്. നമ്മളൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ, ഒരു ജേർണി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിൽ കുറേ കാര്യങ്ങളും ഉണ്ടാവും, അംബീഷൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ കാണുന്നത് എന്താണ്? ഫുൾ ഓഫ് അംബീഷൻസ്, ഈഗർ ടു സ്റ്റാർട്ട് എ ബിഗ് പ്രൊജക്റ്റ്. ഒരു ബിഗ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഈഗർനെസ് ആണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ കാണിക്കുന്നത്. അതിൽ സ്റ്റാർട്ട്സ് ആസ് പിൽഗ്രിമേജ്, exalting minds and making all the burdens light. The second stage explored but did not test the call. The sun beat down to match our rage. അല്ലേ? എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ പിൽഗ്രിമേജ് ടു ലിഫ്റ്റ് ദെയർ സ്പിരിറ്റ്. എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള്, അതായത് ഒരു കൂട്ടം ജനങ്ങൾ ഒരു പിൽഗ്രിമേജിന് വേണ്ടിയിട്ട് പോവാണ്. ടു ലിഫ്റ്റ് ദെയർ സ്പിരിറ്റ്, എന്താണ് അവരുടെ സ്പിരിറ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജേർണി പോവാണ്. ആൻഡ് മേക്ക് ദെയർ പ്രോബ്ലം ഇൻസിഗ്നിഫിക്കൻ്റ്, എന്താണ് അവരുടെ പ്രശ്നത്തെ എന്താണ് ഇൻസിഗ്നിഫിക്കൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പിൽഗ്രിമേജിന് പോകാൻ ഉദ്ദേശിക്കുന്നത്. സൺ ഷോൺ ഡൗൺ ഓൺ ദ പിൽഗ്രിംസ് ആസ് ഇഫ് ഇൻ ഹോണർ ഓഫ് ദെയർ ആംഗ്രി, എന്താണ് അവരുടെ ആ ഒരു ദേഷ്യത്തിന് അവരുടെ ആ റേഞ്ചിനനുസരിച്ചിട്ട് മാച്ചാണ് എന്തെന്ന് പറയുന്നത്? സൺ ബീറ്റ് എന്ന് പറയുന്നതാണ്. ദ സൺ ഷോൺ ഡൗൺ ഓൺ ദ പിൽഗ്രിംസ്, എന്താണ് പിൽഗ്രിംസിന്റെ ഇതിൽ എന്താണ് സൺ ഷോണ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ഇഫ് ദ ഹോണർ ഓഫ് ദർ ആംഗ്രി, അവരുടെ ആ ഒരു ആംഗ്രിയുടെ ഹോണറിനെ പോലെ എന്താണ് സൺ എന്ന് പറയുന്നത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ്? വി സ്റ്റുഡ് ഇറ്റ് വെരി വെൽ, ഐ തോട്ട് ഒബ്സർവ്ഡ് ആൻഡ് പുട്ട് ഡൗൺ കോപ്പിയസ് നോട്ട്സ് ഓൺ തിങ്സ് ദ പെസൻറ്റ് സോൾഡ് ആൻഡ് ബോട്ട്, ദ വേ ഓഫ് സെർപ്പൻറ്റ് ആൻഡ് ഓഫ് ഗോഡ്സ്, 3 cities where a sage had taught. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസയിലെ ലൈനുകൾ. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ് പറഞ്ഞത്? ഹിസ് എന്തൂസിയാസം ഈസ് ഹൈ, ഡ്രീമിങ് ഓഫ് സക്സസ് ആൻഡ് വെൽത്ത്. എന്താണ് ആദ്യത്തെ സ്റ്റാൻസയിൽ നമ്മളൊരു ബിഗ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു അംബീഷൻസും ഈഗർനെസ്സും ആണ് കാണുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ എന്താണ്? ഹിസ് എന്തൂസിയാസം എന്താണ് എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റിനെയാണ് എന്തൂസിയാസം എന്ന് പറയാം കേട്ടോ. ഹിസ് എന്തൂസിയാസം ഈസ് ഹൈ, അതിനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എന്തൂസിയാസം എന്ന് പറയുന്നത് എന്താണ്? വളരെ ഹൈ ആണ്, നല്ല ഉയർന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ എന്തൂസിയാസം. ആൻഡ് ഡ്രീമിങ് ഓഫ് സക്സസ് ആൻഡ് വെൽത്ത്, ആ ഒരു ജേർണിയിലൂടെ അവരെന്താണ് നല്ലൊരു സക്സസും അതേപോലെ ഒരു വെൽത്തും അവർ ഡ്രീം ചെയ്യുന്നുണ്ട് അല്ലേ. സക്സസ് വിജയവും അതേപോലെ വെൽത്ത് സാമ്പത്തികവും അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. The speaker thought the group was doing well, making lots of observations and taking lots of notes along the way about things such as the economic activity of the peasants, snakes, God's behavior, and 3 cities where wise person one thought. എന്താണ് ഈ ഒരു സ്റ്റാൻസിൽ എന്താണ് പറയുന്നത്? ആ ഒരു എന്തോസിയാസം ആണല്ലേ കാണിക്കുന്നത് അല്ലേ. അതായത് ആ ഒരു ട്രാവലേഴ്സിൻ്റെ ആ ഒരു പിൽഗ്രിമേജ് അവരുടെയൊക്കെ എന്താണ് എന്തോസിയം ഇൻട്രസ്റ്റുകൾ അവരെന്താണ് ആ ഇൻട്രസ്റ്റ് കൊണ്ട് അവരെന്താ ചെയ്യുന്നത്? ദ സ്പീക്കർ തോട്ട്, സ്പീക്കർ ആലോചിക്കുകയാണ്. ദ ഗ്രൂപ്പ് വാസ് ഡൂയിങ് വെൽ, എന്താണ് ആ ഒരു ഗ്രൂപ്പ് നല്ല രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. വി സ്റ്റുഡ് ഇറ്റ് വെരി വെൽ, അതെന്താ അവർ നല്ല രീതിയിലാണ് പോകുന്നത്. മേക്കിംഗ് ലോട്ട്സ് ഓഫ് ഒബ്സർവേഷൻ, അവർ ചുറ്റുപാടും നന്നായിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് അല്ലേ. ആൻഡ് ടേക്കിംഗ് ലോട്ട്സ് ഓഫ് നോട്ട്സ് അലോങ് ദ വേ അബൌട്ട് തിങ്സ്, എന്താണ് സച്ച് ആസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് പെസൻറ്റ്, സ്നേക്ക്, ഗോഡ്സ് ബിഹേവിയർ, ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു
നല്ലൊരു നോട്ടുകളും ഒബ്സർവ് ചെയ്യാൻ മാത്രമല്ല എന്താണ് അവർ നോട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, ടേക്കിംഗ് ലോട്ട്സ് ഓഫ് നോട്ട്സ് അലോങ് ദ വേ. നടന്ന് അവർ പോകുന്ന വഴിയിലൊക്കെ എന്താണ് അവർ കാണുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതേപോലെ അത് നോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അല്ലേ. ആൻഡ് അബൌട്ട് എന്തിനൊക്കെ പറ്റിയാണ് നോട്ട് ചെയ്യുന്നത്? അബൌട്ട് തിങ്സ് സച്ച് ആസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് അത് പെസൻറ്റ് കർഷകന്മാരുടെ, അതേപോലെ സ്നേക്സ്, ഗോഡ്സ് ബിഹേവിയർ, ഇതിനൊക്കെ പറ്റിയുള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് അവർ നോട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ എന്താണ്? ആൻഡ് 3 cities were wise person one thought. എന്താണ്? 3 സിറ്റീസുകൾ അവിടെയുള്ള വൈസ് പേഴ്സൺസിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്താണ് അവർ നോട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ. തേർഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? ബട്ട് വെൻ ദ ഡിഫറൻസ് അറോസ് ഓൺ ഹൗ ടു ക്രോസ് എ ഡെസേർട്ട് പാച്ച് വി ലോസ്റ്റ് എ ഫ്രണ്ട് ഹൂസ് stylish prose was quite the best of all our batch. A shadow falls on us and grows. Third stanza ആണിത്. തേർഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? വാർണിംഗ് സൈൻ അപ്പിയേഴ്സ് ബട്ട് ഹി ബ്രഷസ് ദം ഓഫ് കോൺഫിഡൻറ്റിൽ. എന്താണ്? ഒരു വാർണിംഗ് സൈൻ നമുക്ക് കാണാൻ കഴിയില്ലേ ഈ ഒരു സ്റ്റാൻസയിൽ. ഡിഫറൻസുകൾ, അതായത് പലതരത്തിലുള്ള ഡിഫറൻസുകൾ നമുക്കതിൽ എറോസ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹൗ ടു ക്രോസ് ദ ഡെസേർട്ട് പാച്ച്, വി ലോസ്റ്റ് എ ഫ്രണ്ട് ഉണ്ടല്ലേ, അതൊക്കെ എന്താണ് ഒരു വാർണിംഗ് സൈൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വാർണിംഗ് സൈൻ അപ്പിയേഴ്സ് ബട്ട് ഹി ബ്രഷസ് ദം ഓഫ് എന്താണ്? കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ ഒഴുക്കി കളയാണ് അല്ല, മാറ്റി കളയാണ്, ബ്രഷസ് ചെയ്യാണ്. വെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ആർഗ്യൂ ഓവർ ഹൗ ടു ക്രോസ് എ പെർട്ടിക്കുലർ ഏരിയ ഓഫ് ഡെസേർട്ട്, വൺ പിൽഗ്രിം ഹൂസ് റൈറ്റിംഗ് ഈസ് ബെറ്റർ ദാൻ എനി വൺ എൽസ് ഡിസൈഡഡ് ടു ലീവ് ദ ഗ്രൂപ്പ്. എ ഗ്രോയിങ് ഷാഡോ ലൂംഡ് ഓവർ ദം ഓൾ. എന്താണ് ഇതിലെന്താണ് പറയുന്നത്? ഒരു വാർണിംഗ് സൈൻ അപ്പിയർ ചെയ്യുന്നുണ്ട്. എന്താണ്? വെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ആർഗ്യൂ ഓവർ ഹൗ ടു ക്രോസ് ദ പെർട്ടിക്കുലർ ഏരിയ ഓഫ് ഡെസേർട്ട്. എങ്ങനെയാണ് അതിലുള്ള ആളുകൾ എങ്ങനെയാണ് ആർഗ്യൂ ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ. എന്താണ്? എന്തിനു വേണ്ടി? ഹൗ ടു ക്രോസ് എ പെർട്ടിക്കുലർ ഏരിയ ഓഫ് ഡെസേർട്ട്. ആ ഡെസേർട്ടിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് മറികടക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് എങ്ങനെ ക്രോസ് ചെയ്യാന്നുള്ളതിനെ പറ്റി അതിലുള്ള ഓരോ ആളുകളും എന്താണ് ആർഗ്യുമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ. സ്റ്റാർട്ട് ടു ആർഗ്യൂ ഓവർ ഹൗ ടു ക്രോസ് ദ പെർട്ടിക്കുലർ ഏരിയ ഓഫ് desert. One pilgrim whose writing is better than anyone else desired to leave the group. എന്താണ് ഇതിലെന്താ? വൺ പിൽഗ്രിം, ഒരു പിൽഗ്രിം പറയാണ് whose writing is better than anyone else desired to leave the group. എന്താണ് ഈ ഒരു റൈറ്റിംഗ് അവർ കുറേ നോട്ടുകൾ നോട്ട് ചെയ്തെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്? ഹൂസ് റൈറ്റിംഗ്, ആരുടെ റൈറ്റിംഗ് ആണോ ബെറ്റർ ആയിട്ടുള്ളത്, ദാൻ എനി വൺ എൽസ്, മറ്റുള്ളവരിൽ നിന്നും ആരുടെ റൈറ്റിംഗ് ആണോ ബെറ്റർ ആയിട്ടുള്ളത്, എൽസ് ഡിസൈഡ് ടു ലീവ് ദ ഗ്രൂപ്പ്, ഒഴിഞ്ഞു പോകണം എന്നാണ് പറയണത് അല്ലേ. എ ഗ്രോയിങ് ഷാഡോ ലൂംഡ് ഓവർ ദ മോൾ. എന്താണ്? അപ്പോൾ ഒരു ഷാഡോ, ഒരു നിഴൽ ഇങ്ങനെ വലുതായി കൊണ്ടവരെ എല്ലാവരെയും ലൂം ചെയ്ത് എടുക്കുകയാണ് അല്ലേ. എന്താണ് ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്? സ്റ്റാൻസ 4. Another phase we reached when we were twice attacked and lost our way. A section claimed its liberty to leave the group. I tried to pray. Our leader said he smelled the sea. എന്താണ്? ഫോർത്ത് സ്റ്റാൻസയിൽ എന്താണ്? റിയാലിറ്റീനെ പറ്റിയാണല്ലേ. റിയാലിറ്റി ഹിറ്റ്സ് ദ പ്രൊജക്ട് ഫെയിൽസ് ഡെസ്പൈറ്റ് ഹിസ് എഫേർട്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ടിനേക്കാൾ ആ ഒരു പ്രൊജക്റ്റ് ഫെയിൽ ആവുക എന്നാണ് പറയുന്നത് അല്ലേ. റിയാലിറ്റി, അതായത് ഒരു സത്യം, റിയാലിറ്റി നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അനദർ പാർട്ട് ഓഫ് ദി ജേർണി ഓഫ് ദ ഗ്രൂപ്പ് വാസ് അറ്റാക്ഡ് ടോയ്സ്. എന്താണ്? മറ്റൊരു പാർട്ടിൽ എന്താണ്? അനദർ ഫേസ് അല്ലെങ്കിൽ അനദർ പാർട്ട് എന്താണ്? റീച്ചേഴ്സ് വെൻ വി വെർ ട്വൈസ് അറ്റാക്ഡ്. നമ്മളെന്താണ് ആ ഗ്രൂപ്പിലുള്ളവർ എന്താണ് 2 പ്രാവശ്യമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുകയാണ് അല്ലേ. ആൻഡ് ഗോട്ട് ലോസ്റ്റ്. എന്താണ്? പിന്നെ അതേപോലെ എന്താണ്? കുറേ നഷ്ടമാവുകയും ചെയ്തു അല്ലേ. സം പീപ്പിൾ ഡിക്ലയർഡ് ദംസെൽഫ് ഫ്രീ ഫ്രം ദ ഗ്രൂപ്പ് ആൻഡ് ലെഫ്റ്റ്. എന്താണ്? ചില ആളുകൾ ആ ഗ്രൂപ്പിലുള്ള കുറച്ച് ആളുകൾ എന്താണ് ചെയ്യുന്നത്? സം പീപ്പിൾ ഡിക്ലയർഡ് ദംസെൽഫ് ഫ്രീ ഫ്രം ദ ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അവർ സ്വയം ഡിക്ലയർ ചെയ്യാണ് എന്ത്? അവരുടെ ഗ്രൂപ്പിൽ നിന്നും ഫ്രീ ആവുകയാണ് അല്ലേ. ഫ്രീ ഫ്രം, ഡിക്ലയർഡ് ദംസെൽഫ് ഫ്രീ ഫ്രം ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ നിന്ന് സ്വയം അവർ ഫ്രീ ആവുകയാണെന്നുള്ളത് ചില ആളുകൾ സ്വയം സ്വയം തീരുമാനിക്കുകയാണ്. പിന്നെ എന്താണ്? അങ്ങനെ ഡിക്ലയർ ചെയ്ത് അവർ ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോവുകയാണ് അല്ലെ, ലെഫ്റ്റ് ചെയ്യാണ്. The speaker attempted to pray and the group's leader said
he could smell the sea nearby. എന്താണ് സ്പീക്കർ അറ്റംപ്റ്റ് ടു പ്രേ, സ്പീക്കർ പ്രേ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആൻഡ് ദ ഗ്രൂപ്പ് ലീഡർ പറയാണ് സെഡ് ഹി കുഡ് സ്മെൽ ദ സീ നിയർ ബൈ, അടുത്തുള്ള ഒരു കടലിൻ്റെ സ്മെല്ല് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് ആ ഗ്രൂപ്പ് ലീഡർ പറയുകയാണ്. 5th സ്റ്റാൻസ, ലാസ്റ്റ് സ്റ്റാൻസ് ആണ്. വി നോട്ടീസ് nothing as we went, the struggling crowd of little hope, ignoring what the thunder meant, deprived of common needs like soap. Some were broken, some merely bent. When finally we reached the place, we hardly know why we were there. The trip had darkened every face. Our deeds were neither great nor rare. Home is where we have to gather grace. ഇതാണ് 5th സ്റ്റാൻസ എന്ന് പറഞ്ഞത്. 5th സ്റ്റാൻസയിൽ എന്താണ്? ഹി ഫീൽസ് ഡിസപ്പോയിൻമെന്റ് ബട്ട് ഈസ് വൈസർ നൗ ഫോർ ഫ്യൂച്ചർ അറ്റംപ്റ്റ്. ഇതെന്താണ്? അദ്ദേഹത്തിന് ഒരു ഡിസപ്പോയിൻമെന്റ്, ഇങ്ങനെ ഓരോ ആൾക്കാരെ ലീവ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് എന്താണ്? ഒരു ഡിസപ്പോയിൻമെന്റ് ഫീൽ ചെയ്യാണ് അല്ലേ. ബട്ട് ഈസ് വൈസർ നൗ ഫോർ ഫ്യൂച്ചർ. പക്ഷെ എന്നാലും എന്താണ്? പക്ഷേ വൈസർ നൗ ഫോർ ഫ്യൂച്ചർ അറ്റംപ്റ്റ്, ഭാവിയിലുള്ള ഒരു അറ്റംപ്റ്റിലേക്കുള്ള ഒരു വൈസർ ആയിട്ടുള്ള, അതായത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. They stopped noticing anything around them as they continue on the journey. they stopped noticing anything around them. അവർക്ക് ചുറ്റും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവരിങ്ങനെ നോട്ടീസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അത് അവരെ നിർത്തുകയാണ്. they stopped noticing anything around them as they continue on their journey. അവരെന്താണ്? ആ ഒരു ചുറ്റുപാടും നോക്കി ഒബ്സർവ് ചെയ്യുന്നത് നിർത്തി അവർ അവരുടെ ജേണി കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. they were a slow moving group without much group, not paying any attention to bad omens like thunder. അവരെന്താണ്? they were a slow moving group. അവരെന്താ? ഒരു സ്ലോ മൂവിങ് ഗ്രൂപ്പായിട്ട് മാറുകയാണ്. നെക്സ്റ്റ് 5th സ്റ്റാൻസയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. 5th സ്റ്റാൻസയിൽ എന്താണ് പറയണത്? ഹി ഫീൽസ് ഡിസപ്പോയിൻമെന്റ് ബട്ട് ഈസ് വൈസർ നൗ ഫോർ ഫ്യൂച്ചർ അറ്റംപ്റ്റ്. എന്താണ് പറയണത്? പോയറ്റ് എന്താണ്? ഇസേക്കിൽ എന്താണ് പറയുന്നത്? ഹി ഫീൽസ് ഡിസപ്പോയിൻമെന്റ്. അദ്ദേഹത്തിന് എന്താണ്? കുറേ ആൾക്കാർ നമ്മൾ പോയി എന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പം ആ ഒരു ജേണിയിൽ പലരും പോയി, പലരും ഓരോരോ പ്രശ്നങ്ങൾ കാരണം ലെഫ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യുകയാണ് അല്ലേ. ബട്ട് ഈസ് വൈസർ നൗ ഫോർ ഫ്യൂച്ചർ തന്നെ. പക്ഷേ എന്താണ്? എന്നാലും അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഫ്യൂച്ചർ അറ്റംപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വൈസർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്നാണ് പറയണത് അല്ലേ. they stopped noticing anything around them as they continue on their journey. എന്താണ്? they stopped noticing anything around them as they continued on their journey. അവർ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കുകയും നോട്ട് ചെയ്യുകയും അതേപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ അവസാനം ഭാഗം എത്തിയപ്പോൾ, അതായത് 5th സ്റ്റാൻസ് അല്ലെങ്കിൽ ആ ജേണിയുടെ അവസാനം എത്തിയപ്പോൾ കുറേ പേര് പോയി. അപ്പോൾ അതുകൊണ്ട് എന്താണ്? അപ്പോൾ അവർ എന്താണ്? ആ ജേണി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ദേ സ്റ്റോപ്ഡ് നോട്ടീസിങ് എനിത്തിങ് അറൗണ്ട് ദം. അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യലും നിർത്തി. ആൻഡ് ദേ കണ്ടിന്യൂ ഓൺ ദെയർ ജേണി. ആ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കി ആസ്വദിച്ച് നോട്ട് ചെയ്തെടുക്കുന്നത് നിർത്തിയിട്ട് അവർ ജേണിയിലേക്ക് കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ ജേണി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണല്ലേ. ദേ വേർ എ സ്ലോ മൂവിങ് ഗ്രൂപ്പ് വിത്തൗട്ട് മച്ച് ഹോപ്പ്, നോട്ട് പേയിങ് എനി അറ്റൻഷൻ ടു ബാഡ് ഓമൻസ് ലൈക്ക് തണ്ടർ. എന്താണ്? ദേ വേർ എ സ്ലോ മൂവിങ് ഗ്രൂപ്പ് വിത്തൗട്ട് മച്ച് ഹോപ്പ്. എന്താണ്? കുറേ പേര് പോയപ്പോൾ എന്താ അവർക്ക് ആ ഒരു പ്രതീക്ഷകളില്ലാണ്ടായി അല്ലേ. അപ്പോൾ ആ ഒരു പ്രതീക്ഷകളില്ലാത്ത ഒരു സ്ലോ മൂവിങ് ഗ്രൂപ്പായിട്ട് മാറിയല്ലേ അവർ. ആദ്യമൊക്കെ നല്ല ഉഷാറായിട്ട് ചുറ്റുപാടും ശ്രദ്ധിച്ച് എല്ലാം നേരെ വീക്ഷിച്ചിട്ടായിരുന്നു പോയിരുന്നത്, വേഗം പോയിരുന്നു. പിന്നെ എന്തായി? ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വന്നതോട് കൂടി എന്താ അവരുടെ ആ ഒരു മൂവ്മെൻറ്റ് എന്താണ്? സ്ലോ ആയി മാറി എന്നാണ് പറയുന്നത് അല്ലേ. ദേ വർ എ സ്ലോ മൂവിങ് ഗ്രൂപ്പ് വിത്തൗട്ട് മച്ച് ഹോപ്പ്, നോട്ട് പേയിങ് എനി അറ്റൻഷൻ ടു ബാഡ് ഓമൻസ് ലൈക്ക് തണ്ടർ. അതായത് ഇടിമിന്നൽ പോലെയുള്ള ബാഡ് ഓമൻസ്, അതായത് നല്ലതല്ലാത്ത ലക്ഷണങ്ങളൊക്കെ എന്താണ് അവർ അതിന് വലിയൊരു അറ്റൻഷനോ അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കാതെയായി അവരെന്നാലും എന്താണ് ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ അതൊന്നും അറ്റൻഷൻ കൊടുക്കാതെ മൂവ് ചെയ്യണം അല്ലേ. ദേ ലാക്ക്ഡ് ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് ലൈക്ക്
സോപ്പ്. എന്താണ് അവർക്ക് എന്താണ് ദ ലാക്ക്ഡ് ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. അവർക്ക് ജീവിതത്തിൽ വേണ്ട അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്താണ് ഇല്ലാതായി അല്ലേ. ആൻഡ് some members of the group were totally destroyed by the experience while others were just in the process of being destroyed. എന്താണ് സം മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്, അതായത് ആ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്താണ് വേർ ടോട്ടലി ഡിസ്ട്രോയിഡ് ബൈ ദ എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസിലൂടെ എന്താണ് അവർ മൊത്തത്തിൽ എന്താണ് ഒരു ഡിസ്ട്രോയിഡ് ആയിപ്പോയി, ഒന്നുമില്ലാത്ത ഒരു നശിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തി. കുറച്ച് മെമ്പേഴ്സ് ഓഫ് ചില മെമ്പേഴ്സ് അല്ല, ഗ്രൂപ്പിലുള്ള ചില മെമ്പേഴ്സ് ബൈ ദ എക്സ്പീരിയൻസ് വൈൽ അതേഴ്സ് വേർ ജസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ബീയിങ് ഡിസ്ട്രോയ്ഡ്. കുറച്ച് ആ ഗ്രൂപ്പിലുള്ള കുറച്ച് മെമ്പേഴ്സ് എന്താ ടോട്ടലി ഡിസ്ട്രോയ്ഡ് ആയി അല്ലേ. ബാക്കിയുള്ള കുറച്ച് പേരെന്താണ് അവർ വേർ ജസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസ്ട്രോയ്ഡ്. അവർ ആ ഡിസ്ട്രോയിങ് ആയിട്ടില്ല, അല്ലെങ്കിൽ നശിച്ചു പോകാൻ നിരാശയാവുക നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് അവർ എന്താണ് ആ ഒരു പ്രോസസ്സിൽ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത് വേർ ജസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ബീയിങ് ഡിസ്ട്രോയ്ഡ്. മറ്റു കുറച്ച് പേര് ടോട്ടലി ഡിസ്ട്രോയ്ഡ് ആയി അല്ലേ. When they finally made it to their destination, they barely even know why they did come. എന്താണ് when they finally made it to that destination. അവർ എപ്പോഴാണ് അവരുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് ആ ഒരു പ്ലേസിലേക്ക് അല്ലേ, ഏത് പ്ലേസിലേക്കാണോ അവർക്ക് എത്തേണ്ട, ഒരു ഹോളി ലാൻഡ് അവിടേക്ക് എത്തേണ്ട ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അവർ എത്തിപ്പെട്ടപ്പോൾ എന്താണ്ടായത് ദേ ബെയർലി ഈവൻ നോ വൈ ദേ ഡിഡ് കം. അവർ ബെയർലി, അതായത് അവർ ചോദിക്കുകയാണ് വൈ ദേ ഡിഡ് കം, അവർ എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ലാസ്റ്റ് എത്തിപ്പെട്ടപ്പോൾ അവർ ചോദിക്കുകയാണ് ദേ ബെയർലി നോ, അവർക്ക് കറക്റ്റ് അറിയുന്നില്ല എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളത് അവർക്ക് അറിയാത്തൊരവസ്ഥയിലെത്തി. ദ ജേർണി ഹാഡ് മെയ്ഡ് ദർ ഫേസ് ഡാർക്ക്. എന്താണ് ഈ ഒരു ജേർണി, ഈ ഒരു നല്ലൊരു ഹോളി ലാൻഡിലേക്ക് പോയിട്ടുള്ള ആ ഒരു ജേർണി എന്ന് പറഞ്ഞത് എന്താണ് അവരുടെ ആ ഒരു പിൽഗ്രിംസിൻ്റെ ഒക്കെ ഫേസിൽ എന്താണ് ആ ഒരു ജേർണിയിലുള്ള മെമ്പേഴ്സിൻ്റെ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ഫേസിലൊക്കെ ഒരു ഡാർക്ക്നെസ് വീഴ്ത്തിയല്ല, ഒരു നിരാശ, ഡാർക്ക് ആൻഡ് സാഡ്. അതേപോലെ എന്താ അവരുടെ ഫേസിൽ എന്താ ഒരു ദുഃഖവും ആ ഒരു ഇരുണ്ട ഇതൊക്കെ നിഴലിച്ച് തുടങ്ങിയല്ലേ. ആൻഡ് ദേ റിയലൈസ്ഡ് ദാറ്റ് നത്തിങ് ദേ ഡിഡ് ഡൺ വാസ് പെർട്ടിക്കുലർലി സ്പെഷ്യൽ ഓർ മീനിങ്. എന്താണ് അവർ അവസാനം ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയപ്പോൾ അവരുടെ മുഖമൊക്കെ എന്താ സങ്കടപ്പെടും, ഡാർക്ക് ആവുകയൊക്കെ ചെയ്തു. പിന്നെ എന്താണ് അവസാനമായപ്പോൾ അവർ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു. ദേ റിയലൈസ് ദാറ്റ് നത്തിങ് ദേ ഡിഡ് ഡൺ വേഴ്സ് പെർട്ടിക്കുലർ സ്പെഷ്യൽ ഓർ മീനിങ്. ഒരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലറായിട്ട് സ്പെഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നും അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് അല്ലേ. ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയപ്പോൾ ദേ മസ്റ്റ് കളക്ട് ദെയർ ഗ്രേസ് അറ്റ് ഹോം. എന്താണ് ദേ മസ്റ്റ് കളക്ട് ദെയർ ഗ്രേസ് അറ്റ് ഹോം. ആ വീട്ടിലെത്തിയാലേ ഉള്ളൂ അവരെന്താ ആ ഒരു ഗ്രേസ്, ആ ഒരു അവരുടെ ഫേസിലുള്ള ഡാർക്കും സാഡും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഗ്രേസ്, ആ മുഖത്തുള്ള ആ ഒരു ശോഭ അവർക്ക് തിരിച്ച് കിട്ടുള്ളൂ എന്നാണ്, കളക്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതോടുകൂടിയാണ് ഈ സ്റ്റാൻസ് അവസാനിക്കുന്നത് അല്ലേ. പിന്നെ ദ പോയം ക്യാൻ ബി മീനിങ് റിലേറ്റഡ് ടു ലോർഡ് കൃഷ്ണാസ് കൺസെപ്ഷൻ ഓഫ് കർമ്മയോഗ അല്ലേ. ലോർഡ് കൃഷ്ണയുടെ ഒരു കൺസെപ്റ്റ് ആയിട്ടുള്ള കർമ്മയോഗയിലേക്ക് എന്താണ് ഈ പോയം വളരെ മീനിങ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. എന്താണ് കർമ്മയോഗ എന്ന് പറഞ്ഞാൽ ദ പാത്ത് ഓഫ് പെർഫോമിങ് വൺസ് ഡ്യൂട്ടീസ് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് ടു ദ റിസൾട്ട് ഓർ പേഴ്സണൽ ഗെയിൻ. എന്താണ് ദ പാത്ത് ഓഫ് പെർഫോമിങ് വൺസ് ഡ്യൂട്ടി വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ, നമ്മളൊരു കാര്യത്തിലേക്ക് വേണ്ടി അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ നമ്മൾ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ നല്ലതായിരിക്കില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. ദ പാത്ത് ഓഫ് പെർഫോമൻസ് വൺസ് ഡ്യൂട്ടീസ് വിത്തൗട്ട് അറ്റൻഷൻ ടു ദ റിസൾട്ട് ഓർ ദ പേഴ്സൺ. നമ്മൾക്ക് എന്താണോ പേഴ്സണലായിട്ട് ഗെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ റിസൾട്ട് വേണ്ടതെന്നുള്ളതിലേക്കുള്ള ആ ഒരു നല്ലൊരു രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോവില്ല എന്നുള്ളതാണ് അല്ലേ കൃഷ്ണയുടെ കർമ്മയോഗ എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് അല്ലേ. നല്ലൊരു നമ്മളെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി അവസാനം എത്തിയപ്പോൾ എന്തിനു വേണ്ടിയാണ് വന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണല്ലേ. അതെന്താണ് അപ്പോൾ ആ ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണൽ ഗോൾ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഫോക്കസ് ചെയ്ത് പോയിരുന്നുണ്ടെങ്കിൽ ആ ഒരു ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞത് എന്താണ് സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഇത്രയാണ് കേട്ടോ നിസി മ്യൂസിക്കലിൻ്റെ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള 5th അല്ലെങ്കിൽ ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതോടുകൂടി യൂണിറ്റ് 2 കംപ്ലീറ്റ് ആയിരുന്നു.
എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നോട്ട്സൊക്കെ എടുത്ത് പഠിച്ചോളുണ്ടു.